നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇടതുമുന്നണി 20 സീറ്റിലും വിജയിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം. പ്രാർത്ഥനയും ഉപവാസവുമായി ക്രൈസ്തവ വിശ്വാസികൾ. പെസഹ വ്യാഴത്തിനും ദുഃഖവെള്ളിക്കും പ്രത്യേക ശുശ്രൂഷകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷ സമാപിച്ചു. വിഷമിപ്പിക്കാതെ സോഷ്യൽ സയൻസ്. ഏപ്രിൽ 3 മൂല്യനിർണ്ണയം തുടങ്ങും. മെയ് ആദ്യ ആഴ്ച ഫലപ്രഖ്യാപനം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിലും ഇടതുമുന്നണി വിജയിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. കേരളത്തിലെ പ്രതിപക്ഷം നാഥനില്ലാ കളരിയായി മാറിയെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിലും ഇടതുമുന്നണി വിജയിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. കേരളത്തിൽ പ്രതിപക്ഷം നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണെന്നും ബി.ജെ.പി കേരളത്തിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കില്ലെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. ചില സന്ദർഭത്തിൽ അദ്ദേഹം ഗവർണർ നയങ്ങളെ എല്ലാം സ്വാഗതം ചെയ്ത ആളല്ലേ. പൂഞ്ഞാറിൽ വൈദികനെതിരെ ഉണ്ടായ അക്രമത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതായി മന്ത്രി പറഞ്ഞു. വധശ്രമ കേസ് ഒഴിവാക്കി. ഈരാറ്റുപേട്ടയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. രണ്ട് പള്ളികളിലും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് പൊതുവിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ എല്ലാ അസംതൃപ്തികളും അസഹിഷ്ണുതകളും മാറി അവർ യോജിച്ച രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഭാവിയിൽ ഈ രണ്ട് സമുദായം തമ്മിൽ അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്തിരുന്നു. അത് പരസ്പരം ആ സ്നേഹപൂർവമായ സമീപനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. യാതൊരു കോട്ടവും അതിന് തട്ടിയിട്ടില്ല. ഒരു തരത്തിലുള്ള സംഘർഷങ്ങളും ഈ ഇടതുപക്ഷ ജനാധിപത്യത്തോട് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ നിന്നിട്ട് 7 വർഷമായി ഒരു പ്രദേശത്തും മതങ്ങൾ തമ്മിലുള്ള സംഘർഷം, ജാതിപരമായ സംഘർഷം അല്ലെങ്കിൽ വർഗീയ സംഘർഷങ്ങൾ ഉയർന്നു വരാൻ ഗവൺമെന്റ് ഇഷ്ടപ്പെടുന്നില്ല. ഗവൺമെന്റ് നിലപാട് അതാണ് വ്യക്തമായി മതനിരപേക്ഷമാണ്. ആ നിലപാട് ആവർത്തിച്ചുറപ്പിച്ച് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സമീപനങ്ങളുമായി മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈസ്റ്ററിന് മുന്നോടിയായി ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധവാരം ആരംഭിച്ചു. ഈ ആഴ്ചയാണ് പെസഹയും ദുഃഖവെള്ളിയും. ഈ ഒരാഴ്ചക്കാലം പ്രാർത്ഥനയോടെ വിശ്വാസികൾ കഴിഞ്ഞുകൂടും. ഓശാന ഞായറോടെ ക്രൈസ്തവ ജനത വിശുദ്ധവാരം ആരംഭിച്ചു. ഈസ്റ്ററിന് മുന്നോടിയായുള്ള ഒരാഴ്ചയാണ് വിശുദ്ധവാരമായി ആചരിക്കുന്നത്. ക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മ പുതുക്കുന്നത് വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിലൂടെയാണ്. ഞായറാഴ്ച പള്ളികളിൽ നിന്നും കുരുത്തോലകൾ വിതരണം ചെയ്തു. ക്രിസ്തുദേവന്റെ ജെറുസലേം പ്രവേശനം ജനങ്ങൾ വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കിയാണ് കുരുത്തോല പ്രദക്ഷിണം നടത്തുന്നത്. വിശുദ്ധവാരത്തിൽ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മയിൽ പെസഹ വ്യാഴവും കുരിശുമരണം വരിച്ചതിന്റെ ഓർമ്മയിൽ ദുഃഖവെള്ളിയും ആചരിക്കും. ദുഃഖവെള്ളി ദിവസം പീഠാനുഭവ വായനയും കുരിശിന്റെ വഴിയും പരിഹാര പ്രദക്ഷിണങ്ങളും നടക്കും. ഞായറാഴ്ചയാണ് ഈസ്റ്റർ അഥവാ ഉയിർപ്പ് തിരുനാൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സംസ്ഥാനത്ത് SSLC പരീക്ഷ സമാപിച്ചു. ഏപ്രിൽ 3 മൂല്യനിർണ്ണയം ആരംഭിക്കും. മെയ് ആദ്യവാരത്തോടെ ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. SSLC പരീക്ഷ സമാപിച്ചു. സാമൂഹ്യശാസ്ത്ര പരീക്ഷയായിരുന്നു അവസാന ദിനം. സാമൂഹ്യശാസ്ത്രം ഏറെ പ്രയാസപ്പെടുത്തിയില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. മാർച്ച് 4 ആരംഭിച്ച 3 ആഴ്ച നീണ്ട പരീക്ഷാകാലത്തിനാണ് സമാപനമായത്. ബാക്കിയുള്ള എക്സാം ഒക്കെ കുഴപ്പമില്ലായിരുന്നു. 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. കോട്ടയം ജില്ലയിൽ 17,214 പേരാണ് 256 സ്കൂളുകളിലായി പരീക്ഷ എഴുതിയത്. ഹയർ സെക്കൻഡറി 1-2 വർഷ പൊതുപരീക്ഷകൾ ചൊവ്വാഴ്ച അവസാനിക്കുന്നത്. പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 തുടങ്ങി 2 ഘട്ടങ്ങളിലായി ഏപ്രിൽ 20 സമാപിക്കും. മെയ് 2 വാരം ഫലം പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കടപ്പാട്ടൂർ ബൈപ്പാസിലുണ്ടായ അപകടത്തിൽ വയോധികൻ മരിച്ചു. കേളപ്പനാൽ ഔസേപ്പച്ചനാണ് ക്രെയിൻ സർവീസ് വാഹനം തട്ടി മരണമടഞ്ഞത്. കടപ്പാട്ടൂർ ബൈപ്പാസിൽ വയോധികൻ ക്രെയിൻ സർവീസ് വാഹനം ഇടിച്ചു മരിച്ചു. കടപ്പാട്ടൂർ കേളപ്പനാൽ ഔസേപ്പച്ചനാണ് മരിച്ചത്. 71 വയസ്സായിരുന്നു. ബൈപ്പാസിൽ ഗ്രാമീണം സ്വാശ്രയ സംഘത്തിന് മുന്നിൽ തിങ്കളാഴ്ച രാവിലെ 8:15 അപകടം നടന്നത്. ചായ കുടിച്ച് വീട്ടിലേക്ക് നടന്നു പോകവെയാണ് ഔസേപ്പച്ചൻ അപകടത്തിൽപ്പെട്ടത്. റോഡിൽ തെറിച്ചു വീണ ഇയാളുടെ തലയിൽ ചക്രങ്ങൾ കയറിയിറങ്ങി ചിന്നിച്ചിതറിപ്പോയി. പാലാ പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി അപകട സ്ഥലവും വാഹനത്തിന്റെ ടയറുകളും ശുചിയാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മൃതദേഹം പാല ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പാല. മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ നടന്ന തിറയാട്ടം കാഴ്ചക്കാർക്ക് കൗതുകമായി. ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കാവടി ഘോഷയാത്രയിലാണ് തിറയാട്ടം അവതരിപ്പിച്ചത്.
മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് പൂരം നാളിൽ കാവടി ഘോഷയാത്രയ്ക്കൊപ്പം നടന്ന തിറയാട്ടം കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. വള്ളുവനാട്ടിലെ ഉത്സവങ്ങളിലെ നിറസാന്നിധ്യമാണ് തിറയാട്ടം എന്ന കലാരൂപം. മധ്യ തിരുവിതാംകൂറിലെ കിഴക്കൻ മേഖലയിൽ ഇത് ആദ്യമായാണ് തിറയാട്ടം ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്നത്. വാഴൂർ ഇളപ്പുങ്കലിൽ നിന്ന് എത്തിയ കാവടി ഘോഷയാത്രയിലാണ് തിറയാട്ടം അവതരിപ്പിച്ചത്. പാലക്കാട് പട്ടാമ്പി മുല്ലയ്ക്കൽ കലാസമിതിയാണ് ദേവീക്ഷേത്ര സന്നിധിയിൽ തിറയാട്ടം ആടിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തെരഞ്ഞെടുപ്പ് പരാജയം ഭയന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. കോട്ടയത്ത് UDYF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോട്ടയം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രചരണാർത്ഥം UDYF പാർലമെന്റ് കൺവെൻഷൻ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അഴിമതിയുടെ പേര് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പരാജയം ഭയപ്പെട്ടാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിൻ കേസും മാസപ്പടി കേസും BJP മൂടിവെച്ച് CPM BJP ഭായി ഭായി ഭരണം കേരളത്തിൽ നടത്തുകയാണെന്നും ഫിറോസ് ആരോപിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിച്ച് വിലക്കയറ്റം സൃഷ്ടിക്കുകയാണെന്നും കേരളം വ്യാജ സർട്ടിഫിക്കറ്റിന്റെയും പിൻവാതിൽ നിയമനങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും PK ഫിറോസ് കുറ്റപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് കിട്ടിയ കർണാടകയിലാണ് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വന്നത്. അവിടെയാണ് മഹാഭൂരിപക്ഷം നേടി പാർലമെന്റ് സീറ്റിൽ ജയിക്കാൻ പോകുന്നത്. തെലങ്കാനയിൽ 17 സീറ്റുണ്ട്. അവിടെ കഴിഞ്ഞ തവണ 3 സീറ്റാണ് കിട്ടിയത്. ആ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയുടെക്കാളും പുറകിലായിരുന്നു തെലങ്കാനയിലെ കോൺഗ്രസ്. ആ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അവിടെയും മഹാഭൂരിപക്ഷം സീറ്റുകൾ കോൺഗ്രസിന് നേടാൻ സാധിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ അധ്യക്ഷത വഹിച്ചു. കോട്ടയം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ്, UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ടോമി വേദഗിരി, യൂത്ത് ഫ്രണ്ട് ജേക്കബ് വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ്, യൂത്ത് ഫ്രണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഷിജു പാറയിടുക്കിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ഇന്റർപോൾ ഷാർജയിൽ നിന്നും പിടികൂടി. മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ ക്രൂര പീഡനത്തിന് ഇരയാക്കി കടന്നുകളഞ്ഞ കേസിൽ ഇയാളെ അന്താരാഷ്ട്ര കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം വിഴിഞ്ഞം വലിയ വിളാകം വീട്ടിൽ യാഹ്യ ഖാൻ എന്നയാളെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾ 2008 പാലായിൽ വെച്ച് മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. വീടുകൾ തോറും പാത്ര കച്ചവടവുമായി നടന്നിരുന്ന ഇയാൾ പാലായിലെ ഒരു വീട്ടിൽ കച്ചവടത്തിനായി എത്തുകയും വീട്ടിൽ തനിച്ചായിരുന്ന മാനസിക വൈകല്യമുണ്ടായിരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. തുടർന്ന് പാലാ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കോടതിയിൽ നിന്നും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ഇയാൾ ഒളിവിൽ പോയി. ഇയാളെ പിടികൂടുന്നതിനു വേണ്ടി SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ണൂർ, മലപ്പുറം എന്നീ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം ഇയാൾ വിദേശത്തേക്ക് കടന്നതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് യാഹ്യ ഖാനെ വിദേശത്ത് നിന്നും പിടികൂടുന്നതിനു വേണ്ടി ജില്ലാ പോലീസ് മേധാവി K കാർത്തികിന്റെ നേതൃത്വത്തിൽ പഴുതടച്ച റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർപോൾ 2024 ജനുവരിയിൽ ഇയാളെ അന്താരാഷ്ട്ര കുറ്റവാളിയായി പ്രഖ്യാപിച്ചു. തുടർന്ന് ഇയാളെ ഷാർജയിൽ നിന്നും ഇന്റർപോളിന്റെ സഹായത്തോടെ പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാളെ വിമാനമാർഗം കൊച്ചിയിൽ എത്തിച്ചു. പാലാ DYSP സദൻ K, പാലാ സ്റ്റേഷൻ SI ബിനു VL, SI ബിജുകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് ബ്യൂറോ, പാലാ. വാഴൂർ 17-ാം മൈൽ ഇലഞ്ഞിക്കൽ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ മാസം 26 മുതൽ 30 വരെ ആഘോഷിക്കും. അന്നേ ദിവസം 6 മണിക്ക് ദീപാരാധനയും ചുറ്റുവിളക്കും ദീപക്കാഴ്ചയും നടക്കും. 30-ാം തീയതി രാവിലെ 9 മണിക്ക് കലശപൂജയും 12-ന് കലശാഭിഷേകവും ഉണ്ടായിരിക്കും. അറിയിപ്പ്: കേരള ലളിതകലാ അക്കാദമിയും നവയുഗ ചിൽഡ്രൻസ് തിയേറ്ററും സംയുക്തമായി ചിത്രരചനാ ക്യാമ്പ് നടത്തുന്നു. ഏപ്രിൽ 16 മുതൽ 18 വരെ കുമാരനെല്ലൂർ തന്മയ മീഡിയ സെന്ററിൽ നടക്കുന്ന ക്യാമ്പിൽ 40 പേർക്ക് സൗജന്യ പ്രവേശനം ലഭിക്കും. പ്രായപരിധി 8 മുതൽ 15 വയസ്സ് വരെ. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് കേരള ലളിതകലാ അക്കാദമിയുടെ സർട്ടിഫിക്കറ്റുകളും നൽകും. വിവരങ്ങൾക്ക് ഫോൺ 7907972485. കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ ഭാഗമായി എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ സൗജന്യ ഓൺലൈൻ വർക്ക്ഷോപ്പ് 26, 27 തീയതികളിൽ നടത്തും. വൈകിട്ട് 7 മുതൽ 8 വരെയാണ് ക്ലാസ്. ഫോൺ 9072552412. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഇടതുമുന്നണി 20 സീറ്റിലും വിജയിക്കുമെന്ന് മന്ത്രി VN വാസവൻ. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം. പ്രാർത്ഥനയും ഉപവാസവുമായി ക്രൈസ്തവ വിശ്വാസികൾ. പെസഹ വ്യാഴത്തിനും ദുഃഖവെള്ളിക്കും പ്രത്യേക ശുശ്രൂഷകൾ. സംസ്ഥാനത്ത് SSLC പരീക്ഷ സമാപിച്ചു. വിഷമിപ്പിക്കാതെ സോഷ്യൽ സയൻസ്. ഏപ്രിൽ 3-ന് മൂല്യനിർണ്ണയം തുടങ്ങും. മെയ് ആദ്യ ആഴ്ച ഫലപ്രഖ്യാപനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.